പ്രിയപ്പെട്ടവരെ, ടോക്ക് ഇംഗ്ലീഷ് ചാനലിൻ്റെ ബേസിക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലെസൺ 13 യു സീംസ്. നിങ്ങളെ കണ്ട എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. പണ്ട് മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമ കാണാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല. ആ മണിച്ചിത്രത്താഴ് സിനിമയിൽ കുതിരോട്ടം പപ്പു ഇരുന്നിട്ട് ഗണേശനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ദാസപ്പക്കുട്ടിയെ, എന്നെ കണ്ട എന്തേലും ഒരു കുഴപ്പമുണ്ടോ നോക്കിയെന്ന് എല്ലാവർക്കും ഓർമ്മ കാണുമല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെ കാഴ്ചയിലുള്ള കുഴപ്പത്തിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ലെസൺ. സോ വെൽക്കം ടു ബേസിക് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലെസൺ 13 യു സീംസ് ബൈ ടോക്ക് ഇംഗ്ലീഷ്. ഓക്കെ, ബിഫോർ സ്റ്റാർട്ടിംഗ് ദി ലെസൺ, ഡിഡ് യു സബ്സ്ക്രൈബ് ദിസ് ചാനൽ? നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ? ചെയ്തില്ലെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യണം. ഡിഡ് യു പ്രസ് ദ ബെൽ ഐക്കൺ? നിങ്ങൾ ബെൽ ഐക്കൺ അമർത്തിയോ? അതും ചെയ്യണം. എന്നാൽ നമ്മളുടെ ലെസണുകളൊന്നും മിസ്സാവില്ല. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ ലെസൺ. നമ്മളിങ്ങനെ ഒരാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നമ്മളെ ശ്രദ്ധിക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നതിലൊന്നും അല്ല പുള്ളിയുടെ ശ്രദ്ധ. പുള്ളി വേറെ എന്തൊക്കെയോ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തല ചൊറിയുന്നുണ്ട്, നെറ്റി തടവുന്നുണ്ട്, കഴുത്ത് വേർക്കുന്നുണ്ട്, എന്തൊക്കെയോ ഒരു പന്തികേട് അല്ലേ, ഒരു അസ്വസ്ഥത. കറക്റ്റ്. അപ്പോൾ തീർച്ചയായും നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നുകിൽ നമ്മുടെ റിലേറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുവായിരിക്കും. റിലേറ്റീവും ബന്ധു ഒന്ന് തന്നെയാണല്ലോ. ഓക്കെ, റിലേറ്റീവ് ആയിരിക്കും, ഫ്രണ്ട്സ് ആയിരിക്കും, ഫാമിലി ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കണ്ടേ? ഈവൻ നമ്മുടെ ബോസ് ആണെങ്കിൽ പോലും, ജോലിയിൽ നമ്മുടെ ബോസ് ആണെങ്കിൽ പോലും നമ്മൾ എന്തൊക്കെയോ പുള്ളിയോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പുള്ളി എന്തൊക്കെയോ ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊന്ന് ചോദിച്ചു നോക്കണം, എന്ത് പറ്റി എന്ന് ചോദിക്കണം. ഓക്കെ, അത് ചോദിക്കാനുള്ളതാണ് ഈ പാഠം. പേടിക്കണ്ട, ഈ പാഠഭാഗം കഴിയുമ്പോൾ എല്ലാം ശരിയാകും. ഓക്കെ, യു സീംസ്, അതാണ് ഈ ഒരു കാര്യം ചോദിക്കാനുള്ള ശരിയായ വഴി. യു സീംസ് വെരി ടയേർഡ്. നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് സെൻറ്റൻസ് ആഡ് ചെയ്യാം കേട്ടോ. യു സീംസ് വെരി ടയേർഡ്, വാട്ട് ഹാപ്പൻഡ്? അങ്ങനെ ചോദിക്കാം അല്ലേ. യു സീംസ് ടെൻസ്ഡ്, നിങ്ങൾക്കൊരു ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ യു സീംസ് ടെൻസ്ഡ്, ഈസ് ദർ എനി പ്രോബ്ലം? യു സീംസ് ബോർഡ്, നിനക്ക് ഒരുമാതിരി ബോറടിച്ചിരിക്കും പോലെ ഉണ്ടല്ലോ. യു സീംസ് അൺഹാപ്പി വിത്ത് ഹെയർ പെർഫോമൻസ്, അവളുടെ പെർഫോമൻസിൽ നിങ്ങൾക്ക് അത്ര സുഖം തോന്നില്ല എന്ന് തോന്നുന്നുണ്ടോ, അത് സംതൃപ്തി തോന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ ഡാൻസ് പെർഫോമൻസോ അല്ലെങ്കിൽ പഠിത്തത്തിലുള്ള പെർഫോമൻസോ. അപ്പോൾ യു സീംസ് അൺഹാപ്പി വിത്ത് ഹെയർ പെർഫോമൻസ്. യു സീംസ് ടു ബി അഫ്രെയ്ഡ് ഓഫ് ട്രാവൽ ഇൻ ബൈക്ക്. ഇവിടെ ഞാൻ മലയാളത്തിൽ എഴുതിയ സെൻറ്റൻസ് മാറിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ബൈക്കിൽ സഞ്ചരിക്കാൻ ടെൻഷനുള്ള പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ പേടിയുള്ളത് പോലെ ഉണ്ടല്ലോ. ഇപ്പം മനസ്സിലായില്ലേ? നമ്മുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചോദിക്കാം? എന്ത് ചെയ്യാം? നിങ്ങളെ കണ്ടാൽ യു സീംസ് വെരി ടയേർഡ്, യു സീംസ് ടെൻസ്ഡ്, യു സീംസ് ബോർഡ്, യു സീംസ് അൺഹാപ്പി വിത്ത് ഹെർ പെർഫോമൻസ്, യു സീംസ് ടു ബി അഫ്രെയ്ഡ് ഓഫ് ട്രാവൽ ഇൻ ബൈക്ക്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഈ ലെസൺസ് പറഞ്ഞു തരുമ്പോൾ, ഞാൻ കുറച്ച് നാളായിട്ട് പഠിപ്പിക്കുന്ന ആളാണ് കേട്ടോ. ഞാൻ ഈ ലെസൺസ് പറഞ്ഞു തരുമ്പോൾ ഞാൻ 2 പ്രാവശ്യം പറയുന്നുണ്ട്. ഒന്നാമത്തെ പ്രാവശ്യം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവാൻ വേണ്ടിയിട്ടും, രണ്ടാമത്തെ പ്രാവശ്യം നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ, മലയാളികൾ പറയും പ്രൊനൗൺസിയേഷൻ, അതല്ല പ്രൊനൗൺസിയേഷൻ എന്നാണ്. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവാനും വേണ്ടിയാണ്. യു സീംസ് വെരി ടയേർഡ്, യു സീംസ് ടെൻസ്ഡ്, യു സീംസ് ബോർഡ്, യു സീംസ് അൺഹാപ്പി വിത്ത് ഹെർ പെർഫോമൻസ്, യു സീംസ് ടു ബി അഫ്രെയ്ഡ് ഓഫ് ട്രാവൽ ഇൻ ബൈക്ക്. അങ്ങനെ നമ്മുടെ സംസാരിക്കുന്ന രീതി, ഇപ്പം നമ്മൾ IELTS-നൊക്കെ പോകുമ്പോൾ, IELTS ഒക്കെ വലിയ സംഭവമാണ്, നമ്മൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല, നമ്മൾ ബേബി സ്പീക്കേഴ്സാണ്. ബട്ട് സ്റ്റിൽ IELTS-നൊക്കെ പോകുമ്പോൾ പ്രൊനൗൺസിയേഷനൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടി കവർ ചെയ്യട്ടെ എന്ന് കരുതിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നമ്മൾ ലെസൺ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയും, പിന്നെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, ചാലഞ്ച്. ഓക്കെ, നമുക്കറിയാം നമ്മൾ കുറച്ച് വീഡിയോസായിട്ട് ചലഞ്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കമൺ 5 sentences using you seems
ഇവിടെയും ചെറിയൊരു മിസ്റ്റേക്ക് വരും. യു ഷുഡ് അവിടെ കിടക്കുന്നത്. യു സീംസ് ബിലോ ദിസ് വീഡിയോ. ഓക്കെ, തെറ്റ് പറ്റുമെന്ന് പേടിക്കണ്ട. I will correct if you make any mistake. Thank you so much. Thanks for watching. Press the bell icon to get notified. Please subscribe to avoid missing lessons. Thank you. Bye.